ദൈവത്തിന് ഒരു തീരുമാനം മതി ഏത് വ്യക്തിയെയും ഉയർത്താൻ. എത്ര കുറവുകളുണ്ടെന്ന് മനുഷ്യൻ കണ്ടു കഴിഞ്ഞാലും, അല്ലെങ്കിൽ മനുഷ്യൻ മൂലയ്ക്ക് മാറ്റി നിർത്താമെന്ന് വിധി എഴുതുന്ന ഏത് വ്യക്തിയായാലും ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഉയർത്തിയിരിക്കും. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരാളെയും മൂല്യം കുറിച്ച് കാണാതിരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എല്ലാം കഴിഞ്ഞുവെന്ന് മനുഷ്യരനെ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യരെന്നെ മാറ്റി നിർത്തുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ച് നിരാശ, ആത്മഹത്യ ചിന്തയിലൊക്കെ പോകുമ്പോൾ ഓർക്കുക, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് എന്തോ എന്നിലൂടെ പ്രവർത്തിക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്നൊക്കെ പറ്റണം. അതുകൊണ്ട് ഇന്ന് ഈ സക്രിയയും എലിസബത്തും ഏറ്റുപറയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. തക്ക സമയത്ത് ഉയർത്തും. മനുഷ്യനല്ല. മനുഷ്യൻ ഇന്ന് നല്ലത് പറയുന്നു, നാളെ നമ്മളെ കളിയാക്കും. നാളെ കളിയാക്കും ആ വ്യക്തി തന്നെ നാളെ നമ്മളെ പുകഴ്ത്തും. ഇതത്രയേ ഉള്ളൂ. അവൻ്റെ നാവില് അവന് ഇഷ്ടമുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവനെ നോക്കി നമ്മൾ നടക്കരുത്. നമ്മുടെ കണ്ണുകളും നമ്മുടെ ഹൃദയവും ദൈവത്തിലേക്കായിരിക്കട്ടെ. ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. പ്രാർത്ഥിക്കാം.